സുന്ദരനും കഠിനാധ്വാനിയും വളരെ പരിശ്രമശീലനുമായ ഒരാൾക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കപ്പെട്ടു, തെറ്റായി ജയിലിലടക്കുകയും ചെയ്തു. അവർ പാർക്ക് ടേ ജംഗിന്റെ ഫെയർ ലൊക്കേഷൻ സമർപ്പിച്ചു. കുറ്റകൃത്യം നടന്ന ദിവസം നിരവധി സംശയങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന്, അദ്ദേഹം ഇരയുടെ പ്രദേശത്ത് ഭക്ഷണം ഡെലിവറി ചെയ്തിരുന്നു. കൂടാതെ പടികൾ കയറി ഇറങ്ങാൻ എടുത്ത സമയം സാധാരണ ഡെലിവറി സമയത്തേക്കാൾ കൂടുതലായിരുന്നു. അതിന് കാരണം ഒരു പൂച്ചട്ടിയാണെന്ന് പാർക്ക് ടേ ജംഗ് വിശദീകരിച്ചു. അത് അദ്ദേഹം മാറ്റിവെക്കുകയും ഒരു കുറിപ്പ് എഴുതി വെക്കുകയും ചെയ്തതിനാൽ കുറച്ച് അധിക സമയം എടുത്തുവെന്ന് പറഞ്ഞു. തുടർന്ന് പ്രോസിക്യൂഷൻ, അന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഒരു സ്യൂട്ട് കേസ് കൊണ്ടുപോയി എന്ന് ചോദിച്ചു. പാർക്ക് ടേ ജംഗ് പറഞ്ഞു, തന്റെ ഡെലിവറികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതീക്ഷിക്കാതെയൊരു വയോധികനെ അത് എടുത്തുകൊണ്ടുപോകാൻ സഹായിച്ചതാണെന്ന്. അപ്പോൾ പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തിയത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കണ്ടെത്തിയ അതേ സ്യൂട്ട് കേസ് തന്നെയാണത് എന്നായിരുന്നു. ഫോറൻസിക് പരിശോധനാഫലങ്ങൾ ആ സ്യൂട്ട് കേസ് മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ ഒരു കൺവീനിയൻസ് സ്റ്റോറിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ പാർക്ക് ടേ ജംഗിന്റെ കൈവശം ഇരയുടെ ഫോൺ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. അത് യാദൃശ്ചികമായി കിട്ടിയതാണെന്നും ഉടമയ്ക്ക് തിരികെ നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ പാർക്ക് ടേ ജംഗ് ഫോൺ തിരികെ നൽകിയ തുരങ്കപാത മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്തിൽ നിന്ന് ഏതാനും ഡസൻ മീറ്റർ മാത്രം അകലെയാണെന്ന തെളിവ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. ഈ സംശയങ്ങൾക്ക് പുറമേ പ്രോസിക്യൂഷൻ വളരെ നിർണായകവും ഉറച്ചതുമായ ഒരു തെളിവും അവതരിപ്പിച്ചു. അന്വേഷണത്തിൽ ഇരയെ അവൾ താമസിച്ചിരുന്ന കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് ശരീരം കഷ്ണങ്ങളാക്കിയതെന്ന് കണ്ടെത്തി. കൂടാതെ ഇരയുടെ താഴത്തെ ശരീരഭാഗത്തിൽ ഒരു പുരുഷന്റെ ശരീരദ്രവം കണ്ടെത്തി. ഫോറൻസിക് പരിശോധനാഫലങ്ങൾ ആ ദ്രവസാമ്പിൾ പാർക്ക് ടേ ജംഗിന്റെ സാമ്പിളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതായി തെളിയിച്ചു. എല്ലാ തെളിവുകളും നേരിട്ട് പാർക്ക് ടേ ജംഗിനെതിരെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരെ കൊലപാതകവും ലൈംഗികാതിക്രമവും ചുമത്തി. താൻ നിരപരാധിയാണെന്ന് പാർക്ക് ടേ ജംഗ് നിലവിളിച്ചു. ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് ഒരുപോലും മനസ്സിലായില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ വീണ്ടും സംസാരിച്ചു. പാർക്ക് ടേ ജംഗ് പറഞ്ഞ സൂര്യപ്രകാശത്തിൽ ഉണ്ടായിരുന്ന പൂച്ചട്ടി ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി.